നമസ്കാരം. മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. രോഗിബന്ധു സംഗമം സംഘടിപ്പിച്ച് കോതമംഗലം നഗരസഭ. കോതമംഗലം നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും സംയുക്ത സഹകരണത്തോടെയാണ് സ്നേഹസ്പർശം എന്ന പേരിൽ രോഗിബന്ധു സംഗമം സംഘടിപ്പിച്ചത്. കോതമംഗലം ലയൺസ് ക്ലബ് ഓഡിറ്റോറിയം വേദിയായി. പ്രായമായി വീടുകളിൽ കഴിയുന്ന രോഗികളായ വൃദ്ധജനങ്ങൾക്ക് പുറത്തു പോകണമെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായിട്ടുള്ള സാഹചര്യത്തിൽ ഒരു ദിവസം ഇവർക്ക് വേണ്ടി ആഘോഷിക്കുവാനും സന്തോഷിക്കുവാനും അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോതമംഗലം നഗരസഭയും താലൂക്ക് ആശുപത്രിയും സംയുക്തമായി സ്നേഹസ്പർശം എന്ന പേരിൽ രോഗീബന്ധു സംഗമം സംഘടിപ്പിച്ചത്. കോതമംഗലം താലൂക്ക് ആശുപത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ചുക്കാൻ പിടിച്ച പരിപാടികൾ നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചിലപ്പോൾ ആരോഗ്യമില്ലാത്തവരാണ്. ചിലപ്പോൾ വീടുകളിൽ നമ്മൾ ഒതുങ്ങിക്കൂടേണ്ടതായി വരുന്നു. മക്കൾ പുറത്ത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ മക്കൾ വന്നതിന് ശേഷം വല്ല ചോറോ കാപ്പിയോ എന്തെങ്കിലും കിട്ടിയത് വരും. കിട്ടാത്ത പല വീടുകളും എനിക്കറിയാം. അപ്പം അങ്ങനെയുള്ള ഈ സംഗമത്തിൽ, ഈ സാഹചര്യത്തിൽ രോഗീബന്ധു സംഗമം കോതമംഗലം നഗരസഭ നടത്തുമ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വീടുകളിൽ കൂടുന്ന ആളുകൾ ഇങ്ങനൊരു പൊതു സ്ഥലത്ത് വരികയും ഒന്നിച്ചു കൂടുകയും നിങ്ങൾക്ക് മാനസികമായി ഉല്ലസിക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ സന്തോഷിക്കുന്നതിന് വേണ്ടിയുള്ള കുറേ കലാപരിപാടികളെല്ലാം അവതരിപ്പിക്കുകയും അങ്ങനെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ സന്തുഷ്ടരായി ഇരിക്കണം. കുറേ നിമിഷങ്ങൾ, കുറേ മണിക്കൂറുകളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുള്ളതായി തീരണം എന്നുള്ള ഉദ്ദേശമാണ് ഞങ്ങൾക്കുള്ളത്. കോതമംഗലം നഗരസഭ ഈ തവണത്തെ ജനകീയ സമിതി അധികാരത്തിൽ വന്നിട്ട് 2 മാസം ആയി. ഇന്ന് 26-ാം തീയതി, ഫെബ്രുവരി 26-ാം തീയതി. വൈസ് ചെയർമാൻ പ്രിൻസ് വർഗി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ജിജോ, താലൂക്ക് സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ, അനൂപ് ജോർജ്, ആബിദ ടീച്ചർ, ആഷ്ലി ടീച്ചർ, മിനി മാത്യു, CPS ബാലൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജെറാൾഡ് ഗോർക്കിംഗ് മാത്യു, നഗരസഭാ സെക്രട്ടറി ശ്രീജിത്ത് സി, JHI അജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കൃത്യമായിട്ട് പരിചരണങ്ങൾ നൽകി അവർക്ക് വേണ്ടിയുള്ള മരുന്നും മറ്റു ഉപകരണങ്ങളുമെല്ലാം ലഭ്യമാക്കുന്നതിന് വേണ്ടി കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് സംവിധാനം ഏതായാലും മറ്റുള്ള ഏത് താലൂക്ക് ആശുപത്രി എടുത്ത് പരിശോധിക്കുമ്പോൾ അതിനെല്ലാം വിഭിന്നമായി വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നത്. നിങ്ങളെല്ലാ വീടുകളിൽ നിങ്ങൾ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ബന്ധപ്പെട്ട കൗൺസിലേഴ്സ് അറിയിക്കുമ്പോൾ, അല്ലെങ്കിൽ ആശാ വർക്കർമാർ അറിയിക്കുമ്പോഴെല്ലാം നമ്മുടെ വീടുകളിലേക്ക് കടന്നു വന്ന് നമുക്ക് വളരെ സ്നേഹത്തോടെ നമുക്ക് വേണ്ടിയുള്ള എല്ലാ പരിചരണങ്ങളും തരുന്ന ആളുകളാണ് കോതമംഗലം നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ താലൂക്ക് ആശുപത്രിയിലെ പാലിയേറ്റീവ് സംവിധാനം. വിവിധങ്ങളായ കലാപരിപാടികൾ സ്നേഹസ്പർശം പരിപാടികൾക്ക് മാറ്റുകൂട്ടി. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.